സദ്യ കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഗായ്സ്? ഹലോ ഗായ്സ്, സോ വെൽക്കം ടു എ ന്യൂ വ്ളോഗ് വീഡിയോ. ഇന്നത്തെ വ്ളോഗ് കംപ്ലീറ്റ്ലി മലയാളത്തിലായിരിക്കും ബിക്കോസ് ഇറ്റ്സ് എ വിഷു സ്പെഷ്യൽ വ്ളോഗ്. ആൻഡ് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏക്കോ ഇല്ല, അത് ശരിയാവോ ഇല്ല. സോ ഇന്ന് നമ്മുടെ വിഷുവിൻ്റെ ദിനമായിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് അതൊന്ന് വ്ളോഗ് ചെയ്തേക്കാം. ഗൾഫിലെ ഒരു വിഷുദിനം ആഘോഷിക്കുന്നത് മലയാളികൾ എങ്ങനെയായിരിക്കും ആഘോഷിക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടുമല്ലോ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ സദ്യ ഐറ്റംസ് രണ്ട് ഐറ്റംസോ അല്ലെങ്കിൽ 3 ഐറ്റംസോ വെച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കും. എന്നിട്ട് ഞങ്ങളുടെ സ്വന്തം ഫ്ലാറ്റിൽ വന്നിട്ട് പ്രോപ്പർ സദ്യ കഴിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. അതായിരുന്നു യൂഷ്വലി വിഷു ആൻഡ് ഓണം സെലിബ്രേഷൻ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് നാട്ടിലാണ്. അപ്പൊ ആൾക്കാരുടെ എണ്ണമൊക്കെ കുറഞ്ഞത് കാരണം പെർ ഹെഡ് ഉണ്ടാക്കുന്ന ഐറ്റംസ് കൂടുമല്ലോ. അപ്പൊ അത് കാരണം നമ്മൾ എന്ത് വിചാരിച്ചു, പുറത്ത് പോയി നമുക്ക് റെസ്റ്റോറൻറ്റിൽ സീറ്റ്സ് ബുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് വിഷു സദ്യ കഴിക്കാം എന്ന്, അങ്ങനെ വിഷു ആഘോഷിക്കാം എന്നാണ് വിചാരിച്ചത്. തവണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത കാരണം ഒരു ഇച്ചിരി ഒരു ഡള്ള് തന്നെയാണ്. അത് എന്താ പറഞ്ഞു വെക്കുള്ളൂ. കാരണം നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയ്ക്കും അങ്ങനെ വിഷു ഓണോ ഒന്നും സെലിബ്രേറ്റ് ചെയ്ത് വളർന്നിട്ടില്ലാത്ത കാരണം കോണ്ടെക്സ്റ്റിന് വേണ്ടിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ഗൈസ് ഓൾറെഡി ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം, യു നോ ദാറ്റ് ഐ വാസ് ബ്രോട്ട് അപ്പ് ഇൻ ഡൽഹി. നമ്മളങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടോ, കാരണം അവധിയൊന്നും കിട്ടില്ലല്ലോ, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് വളർന്നിട്ടില്ല. സോ ഞാനങ്ങനെ പൊതുവേ ഓണോ വിഷു ഒന്നും അങ്ങനെ മിസ് ചെയ്യുന്ന ഒരു ഇതൊന്നുമില്ല. പക്ഷെ ഇന്ന് രാവിലെ എല്ലാവരുടെയും കണിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു മിസ്സിങ്ങും ഓൾമോസ്റ്റ് ഒരു വിഷമം നന്നായിട്ട് വന്ന് കയറിയായിരുന്നു. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ലൈഫ്. സോ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി 12:45 അരവിന്ദേട്ടൻ റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തേച്ചൊക്കെ വെച്ചു. ആ ഒരു ഡ്രസ്സ് തന്നെ, ഇന്ന് ഇടാൻ പോണ ഡ്രസ്സിന് തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെൻ്റെ പെണ്ണ് കാണൽ ചടങ്ങിന് വന്നപ്പോൾ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെയാണ്. ഐ ഷോ യു ദാറ്റ് പിക്ചർ. അത് നടന്നത് 2019-ലാണെന്ന് വിചാരിക്കണേ. ആൻഡ് ഇന്നിപ്പോൾ 2024 ആയി. സോ 5 വർഷത്തെ പഴക്കം തന്നെയാണ്. ഒന്ന് ആ ഡ്രസ്സ് അങ്ങനെ ഇട്ടിട്ടില്ല, അത് വെരി ഫ്യൂ ടൈംസ് ഐ ഹവ് വോൺ ഇറ്റ്. സോ അതിന് അതിൻ്റെതായ ഒരു മങ്ങലോ അങ്ങനെയൊന്നുമില്ല. പ്ലസ് സെക്കൻഡ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെയർ ചെയ്യാൻ പോകുന്ന ഒരു ദുപ്പട്ടയുണ്ട്. ആ ദുപ്പട്ടയ്ക്കാണെങ്കിൽ ഒരു കളിയാക്കൽ വരെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. സോ യു ഗൈസ് ഹാവ് ടു ടെൽ മീ ഇൻ ദ കോമെന്റ്സ് ദാറ്റ് ഞാൻ പെയർ ചെയ്തേക്കുന്ന അത്ര വലിയ ബോറാണോ. ആ ദുപ്പട്ട കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ചിലപ്പോൾ പറയുമായിരിക്കും. ലെറ്റ് മീ ഷോ യു. സോ ഇതാണ് ദുപ്പട്ട. ഒരു ഇടിവെട്ട് കളർ തന്നെയാണ്, സമ്മതിച്ച്. പക്ഷെ ഇത് പെയർ ചെയ്യാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ആ ഒരു ഇടിവെട്ട് അത്ര വലിയ പ്രശ്നമായിട്ട് വരില്ല. ഓക്കെ, എനിവേസ്, എനഫ് അബൌട്ട് ദിസ് ഔട്ട്ഫിറ്റ്. സോ ലെറ്റ് മീ ക്വിക്ലി ഡു മൈ മേക്കപ്പ് ആൻഡ് കം ബാക്ക്. അരവിന്ദേട്ടൻ്റെ ഔട്ട്ഫിറ്റ് എന്ത് തോന്നുന്നു ഗൈസ്? എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി വാഷ് ഔട്ടായിന്ന്. വേറെ പാൻറ്, ഒരു ഡാർക്ക് നീല പാൻറ്റില്ല, അതൊന്ന് ഇട്ട് നോക്കിക്കേ. ആ, ഇത് മച്ച് ബെറ്റർ എന്ന് ഫീൽ ചെയ്യണം. എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് പറയുക. റെഡിയായി ഗായ്സ്. തിരക്ക് കൂട്ടിട്ടാണെങ്കിലും കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഈ കോമ്പിനേഷൻ നല്ലതായിരിക്കും. ഇനി നമുക്ക് താഴെ പോവാം. അയ്യോ, അപ്പോൾ മെയിൻ ആയുധം മറന്നേ, ചൂടായി തുടങ്ങി. ദിസ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇൻ സമ്മേഴ്സ്. കൈ അത്രയ്ക്കും സെറ്റ് ചെയ്യാറുണ്ട്. 3-4 ദിവസമായിട്ട് ട്രാഷ് ഒന്നും ക്ലീൻ ചെയ്ത് ഇപ്പൊ ഞാൻ പോയേനെ. ഇന്നൊരു കുട്ടി വ്ളോഗൊക്കെ ചെയ്യണ്ട കേട്ടാ. നിങ്ങളെല്ലാരും കളിയാക്കിയ ഷോള്, ഈ കുട്ടിയാണ് എന്നെ കളിയാക്കിയത്. അവള് മൈൻഡ് ചെയ്യില്ല ഇന്ന്. ഹായ് പറയുന്ന വ്ളോഗില് ശ്രീകുട്ടിനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഹലോ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ചേച്ചിയുടെ ഉടുപ്പൊക്കെ അടിപൊളി അടിപൊളി. Yeah, you got. Who got you ready? Mummy or Papa? Acha or Amma? Oh, credit. പക്ഷെ അവിടെ കൊണ്ട് ഇവരുടെ പുറകെ പോണോ? അതെ. ഹാപ്പി വിഷു. താങ്ക് യു.
Say tata. Okay, don't go, Dia. Don't go. Okay, bye. സദ്യ കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഗായ്സ്? അവിടെ അക്കുറി ഓപ്പൺ ആണോ നോക്ക്. മിഠായി കിട്ടുന്നു പോയിട്ട് കൊച്ചല്ലേ. ഓ മൈ ഗോഡ്, കൈ നിറയെ ജീരക മിഠായി ആയിട്ട്. അപ്പൊ നമ്മളിനി കത്താരയിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇതിന്റെ ടേസ്റ്റിന് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ സെർവിങ് ഭയങ്കര മെസ്ഡപ്പ് ആയിരുന്നു. ഓൾറെഡി സെർവ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ ഐറ്റംസോ ഇലയിലുണ്ടായിരുന്നൊക്കെ തണുത്തിരിക്കുകയായിരുന്നു. പിന്നെ AC ഉണ്ടായിരുന്നു പൊതുവെ. പിന്നെ പുള്ളിക്കാരൻ വന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ അതിന് അപ്പോളജൈസും ചെയ്തു. അതൊക്കെയല്ലേ ചെയ്യാനും പറ്റുള്ളൂ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പോയിരുന്നു. 2 തരം പായസം ഉണ്ടായിരുന്നു. എനിക്ക് അടയാണ് ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടി. ശർക്കര പായസം പരിപ്പ് പായസമായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ അതിന് ഇച്ചിരി കട്ടിയായിരുന്നു. പഴം അപ്പൊ ശരി, ഇനി നമ്മള് പോകുന്നു കത്താരയിലേക്ക്. ചൂട് വെയില്, എന്റെ ദൈവമേ. പല്ലി എന്തുണ്ട്? സദ്യ ഉണ്ടാ? അങ്കിളുടെ പള്ളിയില് ബാങ്ക് വിളിക്കില്ല ശ്രീകുട്ട. ഏതൊക്കെ വഴി കൂടെ പല്ലി മാറി. ഓ എടാ, ബാങ്ക് വിളിക്കണ എങ്ങനെയാ ശ്രീകുട്ടാ? ബാങ്ക് വിളിച്ച് അതാണ്. എനിക്കാണെങ്കിൽ മുല്ലയില് ഓരോ കൈവശം തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നീ നല്ല കൈയുള്ള ആളാണ്. ഞെന്നായി ലൈവായിട്ട് നമ്മള് ചമ്മി ഇരിക്കണം. എന്റെ ഇന്നലത്തോടു കൂടി ലാസ്റ്റ് ആയിരുന്നു ഷോ. ഓയ്യോ, മിഥുമാമന് കൊടുക്കാണോ പൂ? മിഥുമാമന് കൊടുത്തേ. ആന? ഏതാന? കത്താരയുടെ ഹിൽ ടോപ്പിന്റെ അവിടെ വന്നേക്കാണ്. ഹിൽ ടോപ്പ് എന്നൊന്നും പറയാനില്ല, ഇവിടെ ഇതൊക്കെ തന്നെ. ഫുഡൊക്കെ കഴിച്ച് പ്ലാനറ്റോറിയത്തിൽ കയറി നമ്മൾ രണ്ടാമത്. ആദ്യം ഫ്ലോപ്പായെങ്കിലും രണ്ടാമത് നമ്മൾ കയറിയിട്ടാ. ആടുജീവിതമാണെന്ന്. ഇങ്ങനെ കത്താരയുടെ മേളിൽ ഹിൽ ടോപ്പിൽ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വാട്ടർഫോൾ ഇതുവരെ വന്നില്ല. ഇപ്പോൾ പറയണ അത് ഈ കുന്ന് മൊത്തം ഇറങ്ങി ഒരു ബിൽഡിങ്ങും താണ്ടി അപ്പുറത്ത് പോകണം എന്നുള്ളത്. എന്തായാലും ഉച്ചക്കത്തെ സദ്യ മൊത്തം കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഓരോരുത്തർക്കൊക്കെ ഉറക്കം വരാനുണ്ട്. എല്ലാവരും പറയണ് ഇവിടെ കിടന്നുറങ്ങുക, എന്നിട്ട് വണ്ടി എടുക്കുക, എന്നിട്ട് പൊക്കോളാന്ന്. എന്താ അടിപൊളി സീനാണ് നോക്ക്. സൺസെറ്റിൻ്റെ സമയത്ത് ഇത് വന്നാണ് അത്ര വലിയ പ്രശ്നമില്ലാതെ ഇങ്ങനെ പോകണം. ഈ ഒരു മരം നോക്ക്, അടിപൊളിയല്ലേ? ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ആ കളറ് കറക്റ്റായിട്ട് കിട്ടണില്ല കേട്ടാ. ആക്ച്വൽ കണ്ണുകളുടെ ഭംഗി ഒരിക്കലും ക്യാമറയ്ക്ക് പകർത്തി തരാൻ പറ്റില്ല. നമുക്കിനി അങ്ങ് പോകണം ആ കുന്നും മലയിലേക്ക്. ഹായ് സൺസെറ്റ്. അങ്ങനെ നമ്മൾ എത്തി ഗായ്സ്. എനിക്ക് എപ്പോഴും ശരി വരും ഈ ഗോയ്സ് എന്ന് പറയണത്.
പക്ഷെ പൊളി സ്ഥലമാണ്. കുറച്ച് നേരത്തെ എത്തിയായിരുന്നെങ്കിൽ അടിപൊളി ആയിരുന്നേനെ. അങ്ങനെ വാട്ടർഫോളൊക്കെ കണ്ട് നമ്മളിതേ ഓർഗാമി എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീം ഷോപ്പിൽ വന്നേക്കാണ്. ഇവിടെ നമ്മൾ ഇതിന് മുമ്പും കഴിച്ചിട്ടുണ്ട്. നല്ല ഐസ്ക്രീമാണ്, പക്ഷെ ഒരു ഫ്ലേവറെ നല്ല എന്താണെന്നേ ഉള്ളൂ. അത് അങ്ങനെ വലിയ വെറൈറ്റീസ് ഒന്നുമില്ല. ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷനാണ് ഈ കാണുന്നത്. ഓർഗാമിയിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല ഗൈസ്. ഷവർമ്മ വാങ്ങിച്ച് വരാതെ പറഞ്ഞ ആൾക്കാർ കയ്യിലൊരു ബക്കറ്റായിട്ടൊക്കെയാണല്ലോ വരണേ. ഓഹോ ഫ്രൈസ് നിന്റെ അണ്ണൻ പെട്ടല്ലോ, നിന്റെ മച്ചാൻ അലിൻ ജോസ് പെരേര. ആ ദേടാ ഇവിടെ തന്നെ ബെഞ്ചുണ്ട്, ഇവിടെ ഇരിക്കാം. അങ്ങനെ അവിനാശേട്ടൻ വന്ന് വണ്ടി ചാടുമ്പോൾ കുറച്ചേരത്തേക്ക് തന്നെ ഉണ്ടാവും. കണ്ണിലെ തിളക്കമൊക്കെ കണ്ടേ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ടാറ്റാ 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 വരുന്നോ? ഓ ഗുഡ് നൈറ്റ്. ആ ശരി. അങ്ങനെ ഇന്നത്തെ വിഷു അങ്ങനെ നമ്മുടെ വിഷു വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ പേക്കോലമൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് മാറ്റണം. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കണം, അതൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ കുറച്ച് അറ്റകുറ്റ പരിപാടികളൊക്കെ ഉണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങൾ ഞങ്ങളെ പോലെ തന്നെ ഗൾഫിൽ താമസിച്ച് വിഷു ഇവിടെ ആഘോഷ മലയാളികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് വിഷു സെലിബ്രേറ്റ് ചെയ്തതെന്ന് അറിയിക്കുക. പിന്നെ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് whatever is helpful in this world. See you in the next video.